ജെ.കെ. വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സ്പ ഈ മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടു പരിചയമില്ലാത്ത അഡൽറ്റ് കോമഡി ജനറേഷനിലുള്ള ഒരു സിനിമയാണ് സ്പ. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്, പ്ലീസ്. അതായത് അത്തരം ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കേണ്ടവർക്ക് ഒരു വട്ടം കാണാനുള്ള ഒരു മരുന്നൊക്കെ ഇതിനകത്ത് അബ്രിഡ് ഷൈൻ നിറച്ചു വെച്ചിട്ടുണ്ട്. ഒരു വൻ സംഭവം എന്നല്ല പടം, ഒരു പൂർണ്ണതയുമില്ല പടത്തിന്, എന്നാലും വെറുതെ കാണാം. ഇപ്പോൾ പണ്ട് അബ്രിഡ് ഷൈൻ ആക്ഷൻ ഹീറോ ബിജുവിൽ പോലീസ് സ്റ്റേഷൻ പരീക്ഷിച്ചില്ലേ, ആ ഒരു സംഭവം തന്നെ അതിന് ഇവിടെ പോലീസ് സ്റ്റേഷന് പകരം സ്പാ മസാജ് സെൻ്ററാണ് പരീക്ഷണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രുതി മേനോനാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മികച്ച പ്രകടനമാണ് ശ്രുതി ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറിൽ ആപ്റ്റാണ് ശ്രുതി. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷൻ ആയതുകൊണ്ട് സ്പാ എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തതുകൊണ്ട് ഇത്രയും കൂടി നമുക്ക് കോമഡിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പടത്തിനകത്ത്. അത് കോമഡി വല്ലാതെ കുറഞ്ഞു പോയെന്നുള്ളൊരു പരാതിയാണ് എനിക്കുള്ളത്. ഈ ഒരുപാട് അഡൽട്ട് കോമഡി ആയാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ടായിരിക്കാം അതിൽ ഡയലൂട്ട് ചെയ്ത പോലെ തോന്നി. കൊച്ചി നഗരത്തിലെ പ്രശസ്തമായ ഒരു സ്പായിലേക്ക് പല സമയങ്ങളിലായിട്ട് മസാജിന് വേണ്ടി എത്തിച്ചേരുന്ന ഒരുപാട് ആളുകളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ അവസാനിക്കുന്നത്. മസാജിൻ്റെ പേരിൽ സുഖം അനുഭവിക്കാൻ വരുന്നവരും പിന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരും വൈകൃതമാണോ എന്ന് തോന്നുന്നവരും എല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പഴയ ഒരു ഷക്കീല ചിത്രങ്ങൾക്ക് സമാനമായ തീമാണെങ്കിലും അബ്രിഡ് ഷൈൻ ഒരു സ്റ്റയർ ഫോർമാറ്റിലാണ് ചിത്രത്തെ മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് പ്രാരാബ്ദങ്ങളെ കൊണ്ട് പൊറുത്തിമുട്ടി സ്പായിലെത്തുന്ന തെറാപ്പിസ്റ്റുകളുടെ കണ്ണീരണിഞ്ഞ ജീവിതത്തിലേക്കൊന്നും അബ്രിഡ് ഷൈൻ കടന്നു ചെല്ലാൻ നിന്നിട്ടില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ് ഇതിനകത്ത്. എനിക്ക് രഞ്ജിത്തിൻ്റെ ലീല എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, ബിജു മേനോൻ്റെ കഥാപാത്രത്തോട് ശാന്തകുമാരിയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗ്, അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു അടിത്തറ, ബേസ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സിനിമ എടുത്തതിന് അബ്രിഡ് ഷൈനൊരു കയ്യടി തന്നെ കൊടുക്കേണ്ടതുണ്ട്. വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഒരു സ്പായുടെ പ്രവർത്തനങ്ങളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കപട സദാചാരത്തെ വേണ്ടത്ര പരിഹസിക്കുന്നുമുണ്ട്. ഒരു ഹാപ്പി എൻഡിങ് എന്ന പ്രയോഗം മിക്കവാറും പുതിയ തലമുറയ്ക്കിടയിൽ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറും. ഇന്റർവെൽ എന്ന് എഴുതി കാണിക്കുന്നിടത്തും ചിത്രം അവസാനിക്കുന്നിടത്തും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഒരു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു സ്പായുടെ ഉള്ളിൽ മാത്രമാണ് ഒരു കഥാപരിസരം, പക്ഷേ ഈ സ്പായുടെ ഉള്ളിലാണ് ഈ കഥാപരിസരം എന്നുണ്ടെങ്കിലും പല തലങ്ങളിലേക്കും നമ്മളെ ഈ സിനിമ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ചിത്രം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നാം എല്ലാ സ്പാകളും ഇങ്ങനെയാണോ എന്ന്. അത്തരമൊരു നെഗറ്റീവ് തിങ്കിലേക്ക് പ്രേക്ഷകരെ എത്തിക്കപ്പെടാൻ അബ്രിഡ് ഷൈന് സാധിച്ചിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ചുരുളി സിനിമയിലെ തെരുവിളി, ഇപ്പോൾ കൊച്ചി നഗരത്തിലെ ഒരു സ്പാ വെടിവെപ്പ് തുടങ്ങിയ പല കാര്യങ്ങളും ചിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തിരുവല്ലയിലെ സ്പായിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആളിക്കത്തുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ അബ്രിഡ് ഷൈൻ ഈ ഒരു സിനിമയും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വലിയൊരു മെജോറിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കും മിക്കവാറും വരും ദിവസങ്ങളിൽ. ഓക്കെ, പിന്നെ രാധിക രാധാകൃഷ്ണൻ, പിന്നെ പൂജിത മേനോൻ, പിന്നെ അങ്ങനെ കുറേയേറെ കഥാപാത്രങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനേശ് പ്രഭാകർ, മേജർ രവി, രാഹുൽ മാധവ്, വിജയ് മേനോൻ, അങ്ങനെ ഒത്തിരി പേരിങ്ങനെ വന്നു പോകുന്നുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വിനീത് തട്ടിൽ തൻ്റെ വേഷം ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിംസും കുഴപ്പമില്ല. ഇപ്പോൾ അബ്രിഡ് ഷൈൻ്റെ ആക്ഷൻ ഹീറോ ബിജു ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കഥയിൽ കാര്യം ഉണ്ടായിരുന്നില്ല, അത് കൊണ്ടുപോകുന്ന ആ ഒരു മേക്കിങ്ങിൻ്റെ പവറും ആ ഒരു ആ ഒരു ഫ്ലോ, സിനിമ പോകുന്ന ആ ഒരു ഒഴുക്കൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വഹിച്ചിരിക്കുന്നത്. അതിലൊരു പുതുമ കൊണ്ടുവരാൻ സാധിച്ചതൊക്കെയാണ് അത് വേറിട്ട് നിന്ന് വരുന്നതും. അതുപോലെ തന്നെ ഈ സ്പായുടെ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ഒരു പരിസരമാണ്. എനിക്ക് പേഴ്സണലി കുറച്ചൊക്കെ വർക്കായി, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാകും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ആവറേജ് A സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ രീതിയിലുള്ള കോമഡികൾ ആസ്വദിക്കാൻ
താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ സിനിമയ്ക്ക് കയറിയാൽ മതി. അല്ലാത്ത പക്ഷം ഇതിലെ സദാചാരങ്ങൾ തിരയേണ്ടി വരും. അതിനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് കുട്ടികളെ ഒരു തരത്തിലും കൊണ്ടുപോകാൻ സാധിക്കില്ല. ദയാർത്ഥമുള്ള തമാശകളും മസാജ് പാർലറുകളിലെ ചില ഹാപ്പി എൻഡിങ്ങുകളും എല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.